ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇംഗ്ലീഷ് പെഡഗോജി ക്വസ്റ്റ്യൻസ് നമ്മൾ പല സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് 5 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. One of the following could be the while reading activity when doing a short story? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലേണേഴ്സ് ഡിസ്കസ് ടു predict the events in the story. Learners do pair work and read mutually to one another. Learners discuss biographical details of the poet. Teacher asks meaning of new words and encourage them to frame sentence on them. നോക്കിക്കേ, നമുക്ക് വായനയുടെ ഇടയിൽ വൈൽ റീഡിങ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? വായനയുടെ ഇടയിൽ കൊടുക്കാൻ കഴിയുന്ന ആക്ടിവിറ്റി ആയിട്ട് കൂട്ടാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? ലേണർ ഡിസ്കസ് ടു predict the events in the story. സ്റ്റോറിയിൽ വരുന്ന ഈവൻസ് എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാം. ലേണേഴ്സ് ഡു പെയർ വർക്ക് ആൻഡ് റീഡ് മ്യൂച്വലി ടു വൺ അനദർ. പെയർസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മ്യൂച്വലി എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു കൊടുക്കാം. ലേണേഴ്സ് ഡിസ്കസ് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ പോയിറ്റ്. പോയിറ്റിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ടീച്ചേഴ്സ് മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ആൻഡ് എൻകറേജ് ദം ടു ഫ്രെയിം സെൻറ്റൻസ് ഓൺ ദം. അപ്പോൾ എന്താണ്? ന്യൂ വേർഡ്സ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും? കുട്ടികളോട് ആ ഒരു വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് എന്താണ്? വൈൽ റീഡിങ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ആൻഡ് എൻകറേജ് ദം ടു ഫ്രെയിം സെൻറ്റൻസ് ഓൺ ദം. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് എന്ത് കുട്ടി ഇതുപോലെ പുതിയ വാക്കുകൾ പഠിച്ചിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എന്ത് ചെയ്യും? സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നതാണ് നമുക്ക് വൈൽ റീഡിങ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം. In one class, you don't ask any questions. Instead, you give them some short text and ask your learners to frame questions. The objective behind your task is to... കേൾക്കുമ്പോൾ വലിയൊരു സംഭവം പോലെ തോന്നുന്നു. ഒന്നുമില്ല, സിമ്പിൾ കാര്യം. നോക്കാം. ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു? കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നില്ല. ഇൻസ്റ്റഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പകരം കുറച്ച് ഷോർട്ട് ടെസ്റ്റുകൾ കൊടുത്തിട്ട് അവരോട് തന്നെ എന്താണ് പറയുക? ലേണേഴ്സ് ടു ഫ്രെയിം ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറയുന്നു. ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് യുവർ ടാസ്ക്. ഈ ടാസ്കിൻ്റെ പിന്നിലുള്ള ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താണ്? ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ഗോളാണ്. ഈ ഒരു സംഭവം കൊണ്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഗോൾ കിട്ടണം, അല്ലാതെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ല. അപ്പോൾ നമ്മൾ എയിമും ഒബ്ജക്റ്റീവും നമ്മളുടെ വ്യത്യാസം മുമ്പും പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഗോൾ കിട്ടണം. അപ്പം നമ്മൾ ചോദ്യം ചോദിക്കുന്നില്ല, ഷോർട്ട് ടെസ്റ്റ് കൊടുക്കുന്നു, കുട്ടി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഡെവലപ്പ് യുവർ ലേണേഴ്സ് ആസ് ഗുഡ് പേപ്പർ സെറ്റേഴ്സ്. ടേക്ക് ദ ഹെൽപ്പ് ഇൻ യുവർ ഓൺ ടാസ്ക് ഓഫ് സിറ്റിംഗ് ക്വസ്റ്റ്യൻസ്. Make your learners realize how difficult it is to frame questions. Enhance your learners analytical and critical thinking. ഓപ്ഷനൊക്കെ നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ആദ്യത്തെ 3 ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ലോജിക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്? ആദ്യത്തെ 3 എണ്ണം തെറ്റാണെന്ന് മനസ്സിലാവും അല്ലേ? ഒന്നെന്താ? ഡെവലപ്പ് യുവർ ലേണേഴ്സ് ആസ് ഗുഡ് പേപ്പർ സെറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ മിടുക്കരായിട്ടുള്ള ആൾക്കാരായിട്ട് കുട്ടികളെ വളർത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത എന്താണ്? നമുക്കൊരു ടാസ്ക് ഉണ്ട്. ടീച്ചർ എന്നുള്ള നിലയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇടാനുള്ള ടാസ്ക് ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? കുറച്ച് പിള്ളേരെ കൊണ്ട് ഇടിപ്പിക്കുക. അടുത്ത എന്താ? മേക്ക് യുവർ ലേണേഴ്സ് റിയലൈസ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ്സ് ഫ്രെയിം ക്വസ്റ്റ്യൻ. കുട്ടികളോടൊന്ന് അറിയട്ടെ ഞാൻ എത്ര കഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇങ്ങനത്തെയുള്ള ഓപ്ഷനൊന്നും നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ട് വരത്തില്ല. എന്താ നമ്മുടെ ആൻസർ വരിക? എൻഹാൻസ് യുവർ ലേണേഴ്സ് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മുടെ ലേണറിനെ അനലൈസ് ചെയ്യാനും ക്രിട്ടിക്കലായിട്ടും ചിന്തിക്കാനുള്ള അല്ലേ ഒരു കാര്യത്തെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ആർക്ക് സാധിക്കണം? നമ്മുടെ വിദ്യാർത്ഥിക്ക് സാധിക്കണം. അതിനുള്ള അവസരമാണ് നമ്മളവിടെ കൊടുത്തത്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഈ ഒരു കാര്യമായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ലാംഗ്വേജ് അസസ്മെൻറ്റ് എയിംസ് അറ്റ് മെഷറിങ്. ലാംഗ്വേജ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഹൗ ഈച്ച് ലേണർ അച്ചീവ്ഡ് ഇൻ കമ്പാരിസൺ ടു ഹിസ് പിയേഴ്സ്, their overall or summative achievement, the language achievement of learners, the language proficiency of learners. അപ്പോൾ നോക്കിക്കേ, ലാംഗ്വേജ് അസസ്മെൻറ്റ് എന്തിനേയും ചെയ്യുന്നത്? ഹൗ ഈച്ച് ലേണർ അച്ചീവ്ഡ് ഇൻ കമ്പാരിസൺ ടു ഹിസ് പിയേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലേണർ എന്ത് ചെയ്തു? എന്താണ് അച്ചീവ് ചെയ്തത്? അവിടെ കമ്പാരിസണിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അടുത്ത ഓവറോൾ ഒരു സമ്മേറ്റീവ് അച്ചീവ്മെൻറ്റ്, മൊത്തത്തിൽ എന്താണ് വിദ്യാർത്ഥി എന്ത് നേടി? അടുത്ത ലാംഗ്വേജ് അച്ചീവ്മെൻറ്റ് ഓഫ് ലേണർ ലാംഗ്വേജിൽ എന്ത് അച്ചീവ് ചെയ്തു? അടുത്തത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഓഫ് ലേണർ, ലാംഗ്വേജിന് എത്രമാത്രം എന്താണ് ആ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻ്റായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജ് അസസ്മെൻറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, എത്രമാത്രം പ്രൊഫിഷ്യൻ്റായിട്ട് ആ ഒരു കുട്ടിക്ക് ലാംഗ്വേജ് ലേണറിന് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നു. അല്ലാതെ എന്താ ഒരിക്കലും കമ്പയർ ചെയ്തുകൊണ്ട് മറ്റ് ലേണറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് നേടിയെന്നുള്ളതല്ല, മൊത്തത്തിലുള്ള നേട്ടം എന്താണെന്നുള്ളതല്ല, അച്ചീവ്മെൻറ്റ് എന്താണെന്നുള്ളതല്ല. അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ആ കുട്ടി എത്രമാത്രം എന്താണ് പ്രൊഫിഷ്യൻ്റായി മാറി എന്നതാണ് അവിടെ നോക്കുന്നത്.
അടുത്ത ചോദ്യം, ദ യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് എയിംസ് അറ്റ്. അപ്പോൾ ഈ ചോദ്യമൊക്കെ എന്താണ്, കോമൺ ആയിട്ട് നമുക്ക് ജനറലായിട്ട് ചോദിക്കുന്നതാണ്. ഏത് സെക്ഷനിലും പെഡഗോജിയിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ അല്ലേ. കാരണം ടീച്ചിങ് എയ്ഡ്സ് എല്ലാ സബ്ജക്റ്റ് പഠിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എൻഗേജിങ് ലേണേഴ്സ് ഇൻ ലേണിംഗ് ടാസ്ക്, optimizing learning outcome of the learners, minimizing case of indiscipline in the class, drawing learners attention in the classroom. അപ്പോൾ നമുക്ക് ടീച്ചിങ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ട് എന്താ ഇവിടെ പറയാൻ കഴിയുക, ഒപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കം ഓഫ് ദ ലേണേഴ്സ്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണ്, ശരിയാണ്, എൻഗേജ് ചെയ്തിരുത്താം, പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ കൊണ്ടുവരാം, എന്നാലും എന്താണ് ലേണിംഗ് ഔട്ട്കം മാക്സിമം ആക്കി നമുക്ക് കൊണ്ടുവരണ്ടായോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെറുതെ പഠിപ്പിക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും എന്താണ് ലേണിംഗ് എയ്ഡിൻ്റെ സഹായത്തോടു കൂടി പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു പ്രോസസ്സ് ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറുമെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, one of your students takes a favorite book and retells the story, often by using pictures as cues. This strongly suggests. നോക്കിക്കേ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഫേവറേറ്റ് ബുക്ക് എടുത്ത് എന്ത് ചെയ്യുന്നു, ആ സ്റ്റോറിയെ റീറ്റെൽ ചെയ്യുന്നു, പിക്ചേഴ്സും ക്യൂസൊക്കെ പിക്ചേഴ്സ് ആസ് ക്യൂസായിട്ട് ഉപയോഗിച്ചുകൊണ്ട്. സ്ട്രോങ്ലി എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്, എൻഗേജ്മെൻറ്റ് റീഡിംഗ് സ്റ്റേജ്, ഫെനോളജിക്കൽ അവെയർനെസ്, സിൻഡാക്റ്റിക് അവെയർനെസ്, നരേറ്റീവ് അവെയർനെസ്. എന്താ നമുക്കിവിടെ ആൻസർ വരിക, നമുക്ക് കൂടുതലൊന്നും തലപോയിക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പം തീർച്ചയായിട്ടും ഒരു ബുക്ക് ഇതുപോലെ എടുത്ത് പിക്ചേഴ്സിൻ്റെ സഹായത്തോടുകൂടി പിക്ചേഴ്സിനെ ക്ലൂ ആയിട്ട് വെച്ചുകൊണ്ട് കുട്ടി കഥ റീറ്റെൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കുട്ടി ഒരിക്കലും എന്താണ് ഒരു വലിയ കുട്ടി ആയിരിക്കത്തില്ല, തീർച്ചയായിട്ടും ചെറിയ കുട്ടിയായിരിക്കും. ചെറിയ കുട്ടി എപ്പോഴും എന്ത് സ്റ്റേജിലായിരിക്കും, എമർജൻറ്റ് റീഡിങ് സ്റ്റേജിലായിരിക്കും അല്ലേ. നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ ഇരുന്ന് വായിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ചിലപ്പോൾ എല്ലാം ഒന്നും അതിലുള്ളതാവണമെന്നില്ല, ബാക്കി അവരുടെ ഭാവനകളോടൊക്കെ ഉൾപ്പെടുത്തിയ പടമൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, വായിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥയായിരിക്കും, അപ്പോൾ കഥ ഉള്ളിൽ കാണും, അത് വെച്ചുകൊണ്ട് ആ ബുക്ക് എടുത്ത് അതിലെ പടങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി വായിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ എമർജൻറ്റ് റീഡിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് എന്ത്, LSRW. ആ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുന്ന ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. ആദ്യം ലിസണിങ്, അത് ലിസൺ ചെയ്യുന്നു, പിന്നെ പതിയെ എന്ത് ചെയ്യുന്നു, കുട്ടി സ്പീക്ക് ചെയ്യുന്നു, പിന്നെ പതുക്കെ റീഡ് ചെയ്യുന്നു, പിന്നെ റൈറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം നമുക്കറിയാം ഓരോ സ്കില്ല് വരുമ്പോഴും അതിൻ്റെ കീഴിലായിട്ട് എന്താണ് സബ് സ്കില്ലുകളൊക്കെ വരും. അപ്പോൾ ലിസണിങ് തന്നെ പല ടൈപ്പ് ലിസണിങ് നമ്മൾ പറഞ്ഞു, ആക്റ്റീവ് ലിസണിങ്, പാസീവ് ലിസണിങ് വരുന്നുണ്ട്. പിന്നെ സ്പീക്കിങ്ങിൻ്റെ കാര്യം വരുമ്പോഴും എല്ലാത്തിലും എന്താ കുറേ സബ് സ്കില്ല് വരുന്നുണ്ട്. റീഡിങ്ങിൻ്റെ കാര്യത്തിലാണ് നമ്മൾ നേരത്തെ മുമ്പുള്ള സെക്ഷനിലൊക്കെ പറഞ്ഞുള്ള സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഇൻറ്റൻസീവ് റീഡിങ് എക്സ്റ്റെൻസീവ് റീഡിങ്ങും ഒക്കെ വരുന്നുണ്ട്. റൈറ്റിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെഡഗോജി പഠിക്കുന്ന സമയം നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ടേംസ് വരുന്നുണ്ടല്ലേ. ടേംസ് നമ്മൾ പല സെക്ഷനിലായിട്ട് പറഞ്ഞിട്ടുള്ള ടേംസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, UG ഗ്രാമർ, അങ്ങനെയുള്ള ടേംസ് അത് അങ്ങനെ തന്നെ പഠിച്ചേ പറ്റും. UG ഗ്രാമർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്താ അതിൻ്റെ അർത്ഥമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മുമ്പേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ സെക്ഷൻസ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി അറിയാം, ഓരോ പർട്ടിക്കുലർ സെക്ഷൻ ആയിട്ടുണ്ട്. ആ സെക്ഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്ര ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ചിലപ്പോൾ 5 മാർക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കാൻ ചിലപ്പോൾ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് 5 മാർക്കും കിട്ടാതെ വരുമ്പോൾ എന്താണ് എവിടെയാണ് നമ്മളുടെ ആ ഒരു കുറവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾ കൂടുതൽ മേഖലകൾ, വീക്കായിട്ടുള്ള മേഖലകൾ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.